പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. ഈശോ ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ഹൃദയഭാരം മാറ്റുന്നതിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫ്, നിത്യജീവനെ കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്താനാണ്. നിത്യജീവൻ പറഞ്ഞ വാക്ക് പറഞ്ഞേ, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നതുമായി പശ്ചാത്തലത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല, ഇതിനും അപ്പുറമുള്ള നിത്യമായ ഒരു ജീവിതത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈശോ ഈ ഭൂമിയിൽ നമുക്ക് വെച്ചു നീട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഭാരം വരുത്തുന്ന, അസ്വസ്ഥ വരുത്തുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും ഈ ലോകത്തോട് ചേർന്നുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയഭാരം ഉണ്ടാക്കുന്ന വിഷയം അതേതാണ്? ഏതാ വിഷയം? ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. നിന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടാക്കുന്ന വിഷയം അതെന്താണ്? എന്താണ്? ഒട്ടുമുക്കാലും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ ലോകത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോകം നിങ്ങൾക്ക് സമ്മാനിച്ച കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ നിങ്ങൾ നേടിയെടുത്ത കുറെ കാര്യങ്ങളാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് നിന്റെ ഹൃദയത്തിന്റെ ഭാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്തില് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ പള്ളി പണിതു. ആ പള്ളി പണിയുന്നതിന് വേണ്ടി മുൻപിൽ നിന്ന ചേട്ടൻ, മുമ്പിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടൊരു ചേട്ടൻ. ഈ ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഭാരപ്പെട്ട് വീടിൻ്റെ അകത്തിരിക്കുവാണ്. കാരണം പള്ളി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പൊതുയോഗത്തിൽ കണക്ക് വായന വന്നപ്പോൾ ചിലർ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ തിരിമറി നടത്തിയെന്ന് ആരൊക്കെയോ ആരോപിച്ചു. ഈ ആരോപണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരമായിട്ട് മാറി. ഇത്രയും നാൾ ഞാൻ നടന്ന് ഈ പള്ളി പണിയുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം എനിക്ക് കിട്ടിയ കൂലി കണ്ടില്ലേ? ഇയാള് വീടിൻ്റെ അകത്ത് അടച്ചിരിക്കുകയാണ്. മാനസികമായ ഭാരം. ഇദ്ദേഹത്തിൻ്റെ ഭാരത്തിൻ്റെ കാരണം എന്താണെന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ചേ. കാരണം നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും നാൾ ഇയാൾക്കൊരു പേരുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഒരു പേരുണ്ടായിരുന്നു. ആ പേര് പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ് വീടിൻ്റെ അകത്തിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ പേര് ആര് കൊടുത്തതാ? ഈ പേര് ഇയാൾ ജനിച്ചപ്പോൾ തന്നെ ഈ പേരോടുകൂടെ വന്നതാണോ? അല്ലെന്ന്. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നാട്ടുകാരിൽ നിന്ന്, ചുറ്റുവട്ടത്തു നിന്ന് കിട്ടിയതാണ് ഒരു നല്ല പേര്. ആ പേരാണ് ഇപ്പോൾ പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുത്തൊരു കാര്യം കയ്യിൽ നഷ്ടപ്പെട്ടെന്ന്. നമ്മുടെ സങ്കടം, നമ്മൾ നേടിയെടുത്തൊരു കാര്യം പോയല്ലോ എന്നുള്ള സങ്കടം, ഈ ഭൂമിയിലെ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി മാർക്ക് കുറഞ്ഞു പോയി, പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ വന്ന വാർത്ത. നിങ്ങൾ ചിന്തിച്ചേ, എന്തുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു? പരീക്ഷയിൽ തോറ്റത് കൊണ്ടാണെന്നാണ് നമ്മുടെ ഒരു ചിന്ത. പരീക്ഷയിൽ തോറ്റ കാര്യം ഉൾക്കൊള്ളാൻ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പര്യാപ്തമല്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ തോറ്റല്ലോ എന്നുള്ള ചിന്ത, തോൽവി എന്നുള്ള ചിന്ത
അത് ഭരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ തോറ്റല്ലോ, ഇനി വീട്ടുകാരെന്ത് കരുതും, നാട്ടുകാരെന്ത് കരുതും, കൂട്ടുകാരെന്ത് കരുതും, തോറ്റവളല്ലേ എന്ന് ചോദിക്കുമല്ലോ എന്നുള്ള ചിന്ത, ഈ ചിന്ത ഉള്ളിലാണ് കിടക്കുന്നത്. ഈ ചിന്ത ഉള്ളിൽ കിടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ അത് ഭാരമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിനക്ക് നൽകുന്ന ചില സർട്ടിഫിക്കറ്റുകൾ, മറ്റുള്ളവർ പറയുന്ന ചില വാക്കുകൾ, മറ്റുള്ളവർ നിനക്ക് വെച്ച് നീട്ടിയ ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭാരം. ഇവിടെയാണ് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നതെന്നറിയാവോ? യേശു നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് എന്ത് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാന്നറിയാമോ? ഈശോ ഈ ഭൂമിയിൽ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് പണമുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? നിനക്ക് കുടുംബ പാരമ്പര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ? നിന്റെ കഴിവ് കണ്ടിട്ടാണോ? ആണോ? പിന്നെ എന്നാ കണ്ടിട്ടാ? മനുഷ്യര് നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? മനുഷ്യര് നമ്മളെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? നിനക്ക് കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ കഴിവിൽ അംഗീകാരം പോലെ കുറെ പേര് നിന്റെ കൂടെ വരും. നിനക്ക് അധികാരമുണ്ടോ? എന്ത് സംഭവിക്കും? അധികാരം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ടാവും. ഇല്ലേ? ഉണ്ടാകുമല്ലോ. ഇത്രയും നാൾ അധികാരം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുൻ മുഖ്യമന്ത്രിക്ക് ഇപ്പം അധികാരം പോയപ്പോഴത്തേക്ക് വേറെ സർക്കാർ, വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ കയറി. ഇപ്പം എന്ത് പറ്റി? ഇത്രയും നാളും ഉണ്ടായിരുന്നവർ പുറകോട്ട് പോയിട്ട് വേറെ ഗ്രൂപ്പ് രംഗത്ത് വന്നപ്പോഴത്തേക്ക് അധികാരമുള്ളവരുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരും കൂടെ കൂടും. സ്വാഭാവികം. നിനക്ക് എന്തുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നാട്ടുകാർ നിന്നെ സ്നേഹിക്കുന്നത്, വീട്ടുകാർ സ്നേഹിക്കുന്നതും. നിനക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, നിനക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ നിന്റെ കൂടെ കൈയടിക്കാനും പാട്ടുപാടാനും ആളുകളൊക്കെ വന്നോളും. നീ വീട്ടിലങ്ങോട്ട് മാറിയിരിക്കട്ടെ, കയ്യിലെ പൈസ എല്ലാം തീർന്ന് നിന്നെ ഒന്നിനും കൊള്ളാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആര് വരും നിന്നെ നോക്കി? ആരും വരത്തില്ല. ഏത് കാര്യവും നിങ്ങൾ ചിന്തിച്ചോ. നിനക്കെന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നാട്ടുകാരും വീട്ടുകാരൊക്കെ പുറകെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്നേഹത്തിനൊരു അളവുകോലുണ്ട്. ആ അളവുകോൽ എന്ന് പറയുന്നത് നിന്നിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളതാണ്. നിന്നിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവണുണ്ടോ? ഇത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ സങ്കടപ്പെടും. ഇത് കിട്ടാതെ വരുമ്പോൾ അവർ നിന്നെ ചോദ്യം ചെയ്യും. ഇത് കിട്ടാതെ വരുമ്പോൾ നിന്നെ കൊണ്ട് എന്ത് ഗുണം? ഈ വിദേശത്തൊക്കെ ധ്യാനത്തിന് ചെല്ലുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അച്ഛാ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഉപദേശിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെയൊക്കെ ഫോൺ വിളിക്കും വീട്ടുകാർ. ഈ ഫോൺ വിളിക്കുമ്പോൾ മിക്കവാറും ഫോൺ വിളിയിൽ വരുന്ന ആദ്യത്തെ 3-4 കാര്യങ്ങൾ, നീ ഭക്ഷണം കഴിച്ചോ, നിനക്ക് ഉറക്കമുണ്ടോ? ഇതൊന്നുമല്ല. എന്നാന്നറിയോ? എടാ ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്, എടാ ദേ അഡ്മിഷൻ്റെ പൈസ കൊടുക്കേണ്ട സമയമായി, എടാ വീട് പണി തീർന്നിട്ടില്ല. അച്ഛാ ഞങ്ങളൊരു മനുഷ്യരല്ലേ? ഈ ഫോൺ വിളി മുഴുവൻ ഇതിനു വേണ്ടി മാത്രം. എന്നാ പിന്നെ ഒന്ന് സ്നേഹത്തോടുകൂടെ, എടാ നീ ഭക്ഷണം കഴിച്ചോ, എടാ നിനക്ക് ഉറക്കമുണ്ടോ, എങ്ങനെയുണ്ട് അവിടുത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധം? ഇതൊന്നും ചോദിക്കുകയില്ല. ചോദിക്കുന്നത് മുഴുവൻ ഏതാ? ലോൺ അടച്ചോ, നീ ഇത്തവണ അവധിക്ക് വന്നില്ലേലും കുഴപ്പമില്ല, ആ ടിക്കറ്റിൻ്റെ പൈസ കൊണ്ട് നമുക്ക് ആ വീടിൻ്റെ പുറകുവശത്ത് അത് പണിയാം. ഇവൻ ചിന്തിച്ചിരിക്കുന്ന നാട്ടിൽ വന്നിട്ട് സന്തോഷത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോഴാണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടൊരു മെസ്സേജ്, എന്ത്? വന്നില്ലേലും കുഴപ്പമില്ല കേട്ടോ, നീ ഇപ്പോൾ വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ അത്യാവശ്യം ഒന്നുമില്ല, നീ വന്നില്ലേലും കുഴപ്പമില്ല, നമുക്ക് വീടിൻ്റെ പുറകു അത് കിട്ടണം, ആ ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ അവസ്ഥ എന്താ? ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ വിദേശത്തുള്ളവർ പണം തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ എന്ത് മാറ്റും? നിങ്ങളുടെ അടവ് മാറ്റും, നിങ്ങളുടെ രീതികൾ മാറ്റും, സംസാര ശൈലി മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മിക്കവാറും സ്നേഹബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ മർമ്മം അവിടെയാണ്. ഇത് വിവാഹ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കിയേ. വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന്, ഈ ആളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഇതല്ല ചിന്ത. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ ആളിൽ നിന്ന് എനിക്ക് എന്ത് മെച്ചം, എനിക്ക് എന്ത് കിട്ടും? കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും, ഭാരപ്പെടാൻ തുടങ്ങും. എന്നാൽ ഇവിടെയാണ് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി നിനക്ക് നൽകുന്ന ഏറ്റവും വലുത്. നിനക്ക് എന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ഈശോ നിന്നെ സ്നേഹിക്കുന്നത്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈശോ സ്നേഹിക്കുന്നത്. നീ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറവുകളുള്ള,
പോരായ്മകളുള്ള നിന്നെയാണ് ഈശോ സ്നേഹിക്കുന്നത്. ശ്രദ്ധിപ്പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്നെയാണ് ഈശോ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രത്യേകത? നീ നാളെ രോഗിയാണെങ്കിലും ഈശോയുടെ സ്നേഹത്തിന് കുറവുണ്ടാവുമോ? നിനക്ക് അധികാരം പോയാലും നിന്നോട് ഈശോയ്ക്ക് സ്നേഹത്തിന് കുറവുണ്ടാവുമോ? ഇല്ലെന്ന്. നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ നഷ്ടങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതും നമ്മളായിട്ട് നേടിയെടുത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഈശോ ഇവിടെയാണ് പറയുന്നത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എടാ, ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ തീർന്നു പോകുന്ന കാര്യങ്ങൾ. നീ ഇതിനെ ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങും? നീ ഇതിനെ ഓർത്തുകൊണ്ടിരിക്കരുത്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകരുത്. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിന്റെ സന്തോഷം നിന്റെ അവകാശമാണ്. ഇത് ശ്രദ്ധിച്ചു പഠിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിത വഴികളിൽ മറ്റുള്ളവർ അങ്ങനെയാണ്, അത് കാരണം എനിക്ക് ഉറക്കമില്ല, അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് കാരണം ഉറക്കമില്ല, അയ്യോ അങ്ങനെ സംഭവിച്ചു എനിക്ക് ഉറക്കമില്ല, ആദ്യം ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കണം. നിന്റെ ഹൃദയത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. അത് അറ്റ് എനി കോസ്റ്റ് ഒരിക്കലും സമ്മതിക്കരുത്. നിന്റെ സന്തോഷം, നിന്റെ സ്വസ്ഥത, അത് നിന്റെ അവകാശമാണ്. ഇറ്റ് ഈസ് യുവർ റൈറ്റ്. ഹല്ലേലൂയ. നിനക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് മറ്റുള്ളവർ നിനക്ക് നൽകുന്ന ഔദാര്യമല്ല. അതെന്നും ഓർത്തിരിക്കണം. പലപ്പോഴും നമ്മുടെ സങ്കടം, അയ്യോ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ അതങ്ങനെ സംഭവിച്ചു, അയ്യോ അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വസ്ഥത കിട്ടുമോ? കിട്ടില്ല. നിന്റെ സ്വസ്ഥത നിന്റെ അവകാശമാണ്. ഇത് വളരെ പേഴ്സണലാണ്, വ്യക്തിപരമായി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അംഗീകരിക്കേണ്ട കാര്യമാണ്. ഈശോ ഈ 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ അസ്വസ്ഥത മുഴുവൻ കിടക്കുന്നത് ഈ ഭൂമിയിൽ ഇന്നല്ലെങ്കിൽ നാളെ കയ്യിൽ നിന്ന് പോകാവുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ, അത് ഇന്നല്ലെങ്കിൽ നാളെ കയ്യിൽ നിന്ന് പോകും. നിത്യമായി നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഏത് കാര്യവും ചിന്തിച്ചോ. നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ കിട്ടി, ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കുവാണോ? അല്ല, ഇതിങ്ങനെ പോകും, കയ്യിൽ നിന്ന് പോകും. നിത്യമായി ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ളത് ഈ ഭൂമിയിലെ ഏത് കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല, യേശു മാത്രം. നീ എന്നും ഉറപ്പിക്കേണ്ട കാര്യം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് നീ ഉറപ്പിക്കേണ്ട കാര്യം, യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ് നിനക്ക് ബന്ധം. നിന്റെ ഹൃദയത്തിന്റെ അസ്വസ്ഥത മാറണമെങ്കിൽ നീ വേളാങ്കണ്ണിക്ക് പോകുന്നതും അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും ഒക്കെ കൊള്ളാം. പക്ഷേ ഈ വ്യക്തി ബന്ധമില്ലെങ്കിൽ അത് വെറും ഒരു ട്രിപ്പ് മാത്രമായിട്ട് മാറും. പലരും വേളാങ്കണ്ണിക്ക് പോകുന്നതും മൂന്നാർ പോകുന്നതൊക്കെ ശ്രദ്ധിച്ചോണം, ട്രിപ്പാണ്. ഫാമിലി ആയിട്ടൊരു ട്രിപ്പ്, അതിന് കൊള്ളാം. പോട്ടാശ്രമത്തിൽ ഒരു ട്രിപ്പ് പോലെ വരാം, അല്ലേ? അപ്പം അതങ്ങോട്ട് പുരോഗമിച്ച് ഇപ്പം സോളോ ട്രിപ്പായി മാറി. അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്നു. അതത്ര സുഖമുള്ള കാര്യമല്ലല്ലോ, അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ മനസ്സിലാക്കണം, ട്രിപ്പ് പോകാനല്ല, മറിച്ച് യേശുവിനോടുള്ളൊരു ബന്ധമാണ്. ഏതൊരു ഇന്നത്തെ ഭാരത്തെയും യേശുവിനോടുള്ള ബന്ധത്തെ മുൻനിർത്തി മനസ്സിലാക്കിയാൽ നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും തെളിഞ്ഞു വരും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ. ഈ 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം രൂപപ്പെട്ടതിന് തൊട്ട് മുമ്പ് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ 14-ാം അധ്യായം. ആ ചോദ്യം ഏതാണെന്നറിയാവോ? 13-ാം അധ്യായം അതിന്റെ 36-ാം തിരുവചനം. പത്രോസിന്റെ ഒരു ചോദ്യമുണ്ട്, വായിച്ചേ. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ നീ എവിടേക്ക് പോകുന്നു? വേർ ആർ യു ഗോയിങ്? നീ എവിടെ പോകുന്നു? നമുക്കൊരു വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഏതൊക്കെയാണ്? എവിടെ, എപ്പോൾ, ആര്, എങ്ങനെ, എന്ത്, അല്ലേ? ഇഷ്ടംപോലെ കാര്യങ്ങൾ ചോദിക്കും. വാട്ട്, വെയർ, ഹൂ, വെൻ, ഹൗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, എപ്പോൾ, എവിടെ, 100,000 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ മർമ്മം ഇരിക്കുന്നത് ഒരു വ്യക്തിയിലാണെന്ന് ഈശോയുടെ ചോദിക്കുന്നു. ഈശോയെ, അങ്ങ് എവിടെ പോകുന്നു? ഈ ചോദ്യത്തിൽ നിന്നാണ് 14-ാം അധ്യായം കൃത്യം രൂപപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.
പല വ്യക്തികളോട്. ഇത് പത്രോസ് ചോദിച്ച ചോദ്യം 14 അധ്യായം അതിന്റെ 5-ാം തിരുവചനത്തിൽ ഒരു ചോദ്യമുണ്ട്. അത് തോമസിന്റെ ചോദ്യമാണ്. ഒന്ന് വായിച്ചേ. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? എങ്ങനെ? ഹൗ. നേരത്തെ പറഞ്ഞത് വേർ. ഇപ്പൊ അതെ തോമസ് ചോദിക്കുന്നു ഹൗ, എങ്ങനെ അറിയും? അടുത്തത് നമ്മുടെ 8-ാം വചനം വായിച്ച് പീലിപ്പോസിന്റെ ചോദ്യമുണ്ട്. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. ഹൂ ഈസ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ പറ, ഈ പിതാവ് എവിടെ? ഹൂ ഈസ് ഹി, എവിടെ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ചോദ്യങ്ങൾക്കുള്ള കൃത്യം ഉത്തരമാണ് ഈ 14-ാം അധ്യായം. ശാന്തമായിട്ട് വായിക്കണം. എന്തിനെന്നറിയോ? യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ എല്ലാ ഹൃദയഭാരത്തിനും ഉത്തരം കിട്ടും. ഈശോയെ ധ്യാനിക്കണം. അല്ലാതെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നടന്നാൽ പോരെ. കൃത്യമായി ദൈവം പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈശോയെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ എല്ലാ ഹൃദയഭാരത്തിനും ഉത്തരം ഈശോ നൽകും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ, നമ്മൾ കടന്നു പോകുന്ന ഏതൊരു വേദനയും ശരിക്കും അനുഭവിച്ച വ്യക്തി ആരാ? ഈശോയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ ഇല്ലാ കഥകൾ പറയുന്നു. ഇല്ലാ കഥകൾ പറയുന്നു. അവർ പൊടിപ്പും തെങ്ങലും വെച്ച് കഥകൾ ഉണ്ടാക്കി നമ്മളെ നാണം കെടുത്തുന്നു. കുരിശിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഈശോയെ നോക്കുമ്പോൾ ഈശോ നമ്മളോട് പറയും, എടാ, നിന്നേക്കാളും കൂടുതൽ കഥകൾ കേട്ടവനാ ഞാൻ. നിന്നേക്കാളും കൂടുതൽ കഥകൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒറ്റപ്പെട്ടു, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. കുരിശെ നോക്കിയിരിക്കുമ്പോൾ കുരിശ് എന്ത് പറയും? എടി, നിന്നേക്കാളും കൂടുതൽ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ടതാ. ഈശോ ഒറ്റപ്പെട്ടതുപോലെ ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഓരോരോ വിഷമങ്ങൾ നിങ്ങൾ ഏത് വിഷമത്തിനും ഈ കുരിശിൽ ഉത്തരമുണ്ട്. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് തിയറി മാത്രമല്ല, മറിച്ച് എങ്ങനെ ഹൃദയം അസ്വസ്ഥമാകാതെ ജീവിക്കാമെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് കൃത്യമായിട്ട് കുരിശിൻ ചുവട്ടിലേക്ക് എത്തിച്ച് ഈശോ കാണിച്ചു തരികയാണ്. മക്കളെ, ഈ ഭൂമിയിൽ നിനക്ക് സമാധാനം വേണോ എങ്കിൽ എന്നിൽ നിന്നും പഠിക്കണം, യേശുവിൽ നിന്നും പഠിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രക്ഷകാ, കർത്താവേ, നാഥനെ, യേശുവേ, രക്ഷകാ, കർത്താവേ, വിളിച്ചേ, യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ചെന്ന് സ്തുതിച്ചേ. ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്നോളം എന്നെ നടത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആരാധനയുടെ സമയം എന്ന് പറഞ്ഞാൽ അത് സൗഖ്യത്തിൻ്റെ സമയമാണ്. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണുകളടച്ചേ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഹൃദയഭാരം അതെന്തു തന്നെയാണെങ്കിലും ആ ഹൃദയഭാരത്തിൽ ഈശോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. പല വിധത്തിലുള്ള ഹൃദയഭാരങ്ങൾ ഉള്ളിലുണ്ടാവും. അതെന്തു തന്നെയാണെങ്കിലും
ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഞാൻ പല രീതികളിൽ മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറിയിട്ടില്ല. ഈശോയെ, എനിക്കറിയാം ഈ അൾത്താരയാണ് അതിനുള്ള ഉത്തരം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പല രീതികളിൽ ഈ ഭാരം മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറിയിട്ടില്ല. ഒരുപക്ഷെ ചില വ്യക്തികളോട് നമ്മൾ സംസാരിച്ച് അത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ സമാനമായ അനുഭവങ്ങൾ വായിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളിലൊക്കെ വ്യാപരിച്ച് നമ്മുടെ ഈ ദുഃഖം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ വ്യക്തികൾക്കൊന്നും നമ്മുടെ ദുഃഖം മാറ്റാൻ പറ്റിയിട്ടില്ല. മറിച്ച് ആ ദുഃഖം കൂടിയിട്ടേ ഉള്ളൂ. ഈ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം? ആ വിഷയത്തിൽ ഇതാ ഈശോ ഇടപെടാൻ പോവുകയാണ്. നീ നിന്നോട് തന്നെ പറയണം, യേശു എന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഓരോ അനുഭവങ്ങളെയും യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കാരണം ഈശോ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് വെറുതെ പറയുക മാത്രമല്ല, അസ്വസ്ഥമായ ഹൃദയം എങ്ങനെ സൗഖ്യപ്പെടണമെന്ന് കുരിശിൽ പഠിപ്പിക്കുകയായിരുന്നു. എത്ര ഭാരപ്പെട്ട അനുഭവങ്ങളാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് സൗഖ്യപ്പെടുകയാണെന്ന് തിരിച്ചറിയുക. വർഷങ്ങളുടെ പഴക്കമുള്ള ദുഃഖങ്ങളുണ്ടാവും, വർഷങ്ങളുടെ പഴക്കങ്ങൾ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അങ്ങനെയുണ്ടല്ലോ. വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ ഈ ദുഃഖമുണ്ടായിട്ട് അതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ പറ്റിയിട്ടില്ല. ചെറുപ്പകാലത്തുണ്ടായ ഏതെങ്കിലും അനുഭവങ്ങളാവും, വീട്ടിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹമായിരിക്കും, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാതെ പോയതാവും. അങ്ങനെ തുടങ്ങി വർഷങ്ങളുടെ പഴക്കമുള്ള അനുഭവങ്ങൾ. ഈ അൾത്താര നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. 38 വർഷം പഴക്കമുണ്ടായിരുന്ന ബെത്സൈദയിലെ രോഗിയാണ് ഈശോ സൗഖ്യപ്പെടുത്തിയത്. 38 വർഷം. 12 വർഷമായ രോഗിയായിരുന്ന രക്തസ്രാവക്കാരി സ്ത്രീയെയാണ് ഈശോ സൗഖ്യപ്പെടുത്തിയത്. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ചിട്ടും നിവർന്നു നിൽക്കാൻ സാധിക്കാതെ കൂനിയായ പോയ സ്ത്രീയാണ് ഈശോ സൗഖ്യപ്പെടുത്തിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും സാരമില്ല, ഇതാ ഈശോ ഈ നിമിഷം നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആ പ്രശ്നത്തിലേക്ക്, ഹൃദയത്തിൻ്റെ ഭാരത്തിലേക്ക് യേശുവിനെ നീ ക്ഷണിക്കുക. ആരെയും കുറ്റപ്പെടുത്തണ്ട. ഒരുപക്ഷെ ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുമ്പോൾ ഇന്ന ആള് കാരണമാണ്, ഇന്ന സംഭവം കൊണ്ടാണെന്നിങ്ങനെ ന്യായീകരിക്കാനും കുറ്റപ്പെടുത്താനും നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. ഒരു കാരണവശാലും നീ ആരെയും കുറ്റപ്പെടുത്തണ്ട. മറിച്ച് ഒറ്റ കാര്യം, കർത്താവേ, എൻ്റെ ഈ സംഭവത്തിലേക്ക്, എൻ്റെ ഈ മുറിവിലേക്ക്, എൻ്റെ ഈ വിഷമത്തിലേക്ക് കർത്താവേ അങ്ങ് കടന്നു വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണം. ഹെബ്രായ ലേഖനം 13:8, ഇന്നലെയും ഇന്നും നാളെയും അവൻ ഒരുവനാണ്. ഇന്നലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ഈശോയ്ക്ക് പോകാൻ പറ്റും. കാരണം നമ്മുടെ ഇന്നലകൾ അവൻ അറിയുന്നു. യേശുവേ, വർഷങ്ങൾ പഴക്കമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തിലേക്ക്, ഇന്ന അനുഭവങ്ങളിലേക്ക്, ഇന്ന വ്യക്തികൾ പറഞ്ഞ അനുഭവങ്ങളിലേക്ക് കർത്താവേ അങ്ങ് കടന്നു വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണം. എൻ്റെ മനസ്സിലെ മുറിവുകളെ കർത്താവ് സൗഖ്യപ്പെടുത്തണം. പല മുറിവുകളും നമ്മളെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നു. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ആരുടെയും മുഖത്ത് നോക്കാൻ ധൈര്യമില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്നു. എന്നെക്കുറിച്ച് ഇത്രയും നാളും ഉണ്ടായിരുന്ന സൽപ്പേര് പോയല്ലോ എന്ന് ചിന്തിക്കുന്നു. ഞാൻ ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ലല്ലോ എന്ന് ഇവർ ചിന്തിക്കുന്നു എന്ന് നമ്മളെ ഭാരപ്പെടുത്തും. ഓരോ മേഖലകൾ സമർപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായ പരാജയങ്ങളും തെറ്റായ തീരുമാനങ്ങളും ആലോചനകളും എല്ലാം, അതെല്ലാം ഈ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും
ചില ഹൃദയഭാരം നിമിത്തം ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 14:27, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. 14:1 പഠിപ്പിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ സമയം യേശുവിനെ നിന്റെ പ്രശ്നത്തിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈശോയെ എനിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, എനിക്ക് ഈശോയെ ഇങ്ങനത്തെ ഒരു സങ്കടമുണ്ട്, ഈ സങ്കടത്തിൽ കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ. ഒരുപക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ ഈ പ്രതിസന്ധി എൻ്റെ മരണം വരെ ഉണ്ടാവും, ഇതാർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ല, ഈ ലോകം ഇങ്ങനെയാണ് എന്നിങ്ങനെ നീ നിന്നോട് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. നായിമിലെ വിധവ ഇതാ തൻ്റെ മകൻ്റെ ശവശരീരവുമായിട്ട് വിലാപയാത്ര വരുമ്പോൾ ഈശോ എതിരെ വന്നു പറഞ്ഞു, മകളെ നീ കരയേണ്ട. ഈശോ വെറുതെ കരയേണ്ട എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയല്ല, മറിച്ച് ആ കരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അത് ആ മകനെ ജീവൻ കൊടുത്ത് ഉയർത്തി നിർത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, ഈശോ വെറുതെ പറയുകയല്ല, മറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതാ കൃത്യമായി പ്രവർത്തിച്ച് കാണിച്ചു തരുന്നു. നിന്റെ സങ്കടത്തിന്റെ മുകളിൽ കർത്താവ് ഇതാ കൃപയാക്കി ചില കാര്യങ്ങൾ ഉയർത്തുകയാണ്. നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട. ഈശോ പറയുന്നത് വെറുതെയല്ല, വെറുതെ ഒരു ആശ്വാസവാക്കല്ല, മറിച്ച് അതിനുള്ള ഉത്തരമാണ്. നിന്റെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മുഴുവൻ ഞാൻ ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികളും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എന്താണോ അതിതാ ഈ അൾത്താരിൽ സമർപ്പിക്കുക. ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ ഭാരവും ഈ അൾത്താരിലേക്ക് കൊടുത്ത് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഒരിക്കലും ഒരു മനുഷ്യനും എന്നെ മനസ്സിലാകുന്നില്ല, അനേക തരത്തിലുള്ള വിഷമങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് എന്നെ മനസ്സിലാകും, അങ്ങയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങെന്നിൽ ഇടപെടണമേ. ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, മനസ്സിന്റെ ഭാരങ്ങളെല്ലാം എന്റെ ഈശോയെ മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും യേശുവേ, അലിവിന്റെ നിറരൂപമല്ലേ, എന്നെ ഞാനിന്നിതാ നിന്റെ പൊൻകൈകളിൽ ഇന്നു നൽകുന്നിതാ, വന്നു വാഴേണമേ. ഒരു വാഴ്വിന്ദിതയ ഞാൻ കൊതിക്കൂ. യേശുവേ, രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം യേശുവേ അൾത്താരയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ വിഷമിപ്പിച്ച അനേക വ്യക്തികൾ, ചില സംഭവങ്ങൾ, നിന്നെ അവഗണിച്ചവർ, ഒറ്റപ്പെടുത്തിയവർ, നിനക്ക് കിട്ടേണ്ട സ്ഥാനം മാറ്റി നിർത്തിയത്, കഴിവില്ലെന്നും ഗുണമില്ലെന്നും പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തിയത്, നിന്റെ ജീവിതം ഒരു പാഴാണെന്നും പറഞ്ഞൊരു തോൽവിയാണെന്നും പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തിയവർ, എല്ലാ അനുഭവങ്ങളെയും ഈ അൾത്താരയോട് ചേർത്ത് വെക്കണം. മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവേ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം യേശുവേ, മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, എൻ്റെ ഈശോ ഹൃദയത്തിനാശ്വാസമേകും, അലിവിന്റെ നിറരൂപമല്ലേ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളും സമർപ്പിക്കുക. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും എന്തിനാണ് ഈ ജീവിതം, പാഴായിപ്പോയ ഒരു ജീവിതം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ചത്താമതി എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും. ഇയാളോടൊത്തുള്ള കുടുംബജീവിതം സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും.
ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ സഹോദര സഹോദരി, ഈ പരിശുദ്ധ അൽത്താര നിന്നെ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, അത് യേശുവാണ്. ഈ ഭൂമിയിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരിടമുണ്ട്, അത് ഈ പരിശുദ്ധ അൽത്താരയാണ്. യേശുവേന്ന് വിളിക്കാനുള്ള ഒരു തീരുമാനം, യേശുവിൻ്റെ മുമ്പിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള തീരുമാനം. യേശു നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയും. കുരിശിലെ ഈശോ നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയും. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളടച്ച് നിന്റെ തൊട്ട് മുമ്പിൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ മനസ്സിൽ കാണണം. കുരിശിൽ കിടക്കുന്ന ഈശോ നിന്നോട് പറയുന്നു, എൻ്റെ മകനെ, മകളെ, ഇത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുരിശിൽ കിടക്കുന്ന ഈശോ നിന്നോട് പറയുന്നു, ഇത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സകലമാന മുറിവുകളും എനിക്ക് മനസ്സിലാകും. ഈശോ നിന്നോട് പറയുന്നു, നീ ഇന്ന് കടന്നു പോകുന്ന കണ്ണുനീര് എനിക്ക് മനസ്സിലാകും. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകും. കുരിശിൽ കിടക്കുന്നവനോട് നീ ഹൃദയം നുറുങ്ങിപ്പറ, ഈശോയേ, 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 എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന് കുരിശോട് ചേർത്ത് എന്റെ ജീവിതം സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച്, യേശുവേന്ന് വിളിച്ച് പോരാ, യേശുവേന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ ജീസസ്, എന്റെ കണ്ണുനീര്, എന്റെ അസ്വസ്ഥത, എന്റെ ഭാരം കർത്താവേ അങ്ങ് സൗഖ്യമാക്കി മാറ്റണമേ. ഈശോയെ അങ്ങ് ഇടപെടണമേ. കർത്താവേ അങ്ങ് എന്നിൽ ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം നൽകണമേ. ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവേ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് വെളിപ്പെടണമേ. കർത്താവേ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് വെളിപ്പെടണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.